ഹലോ, മൈ യൂട്യൂബ് ചാനൽ ശാന്തിനി കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് കുറച്ച് ഇഞ്ചിക്കറി ഉണ്ടാക്കാം. ഇഞ്ചിക്കറിയല്ല, ഇഞ്ചി ഒഴിച്ചു കൂട്ടാൻ. ഇഞ്ചി തേങ്ങയൊക്കെ അരച്ചിട്ട് ഒഴിച്ചു കൂട്ടാൻ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. അതിന് നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്നറിയോ? കുടംപുളിയും പച്ചമുളകും കറിവേപ്പിലയും കൂടി ഇട്ട് വേവിക്കണം. മഞ്ഞൾപ്പൊടി ഉപ്പും കൂടി ഇട്ട് വേവിച്ചിട്ട് ഈ ഇഞ്ചി കൊത്തി അരിഞ്ഞ് വെള്ളത്തിലിട്ട് ഞാൻ കറയൊക്കെ കളഞ്ഞ്, അതിനൊരു കാരമുണ്ട്, ആ കാരം കളഞ്ഞെടുത്തതാണ്. 2 വെളുത്തുള്ളിയും വേണം കേട്ടോ. വെളുത്തുള്ളിയും കൂടി കൂട്ടി ഇച്ചിരി തേങ്ങ ഇട്ട് അരയ്ക്കണം. ഒരു അരമുറി തേങ്ങയുണ്ട്, അരമുറി തേങ്ങ ഇട്ട് അരച്ചെടുക്കാം കേട്ടോ നമുക്ക്. ഇതിപ്പോൾ പുളിയൊക്കെ ഇളകി വന്നിട്ടുണ്ട്. പച്ചമുളകും കറിവേപ്പിലയും മഞ്ഞൾപ്പൊടി ഉപ്പ് എല്ലാം കൂടി ഇട്ട് തിളപ്പിച്ചതാണ്. അപ്പം നമുക്ക് ഇനി തേങ്ങ ഒന്ന് അരച്ചെടുക്കാം. പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും നമുക്കിത്. തേങ്ങ ഒന്ന് മിക്സിയിലിട്ട് അരച്ചെടുക്കേണ്ട താമസമുള്ളൂ. എല്ലാവരും ഇഞ്ചിക്കറി ഉണ്ടാക്കും, പുളിയിഞ്ചി ഉണ്ടാക്കും, ഇഞ്ചി തൈര് ഉണ്ടാക്കും, അങ്ങനെ പല കറി ഉണ്ടാക്കും. ഇതിപ്പോൾ ഞാൻ തേങ്ങ അരച്ച്, ഇഞ്ചിയും തേങ്ങയും കൂടി അരച്ച് ഒഴിച്ചു കൂട്ടാനാണ്, ചോറിൽ ഒഴിച്ചു കൂട്ടാനുള്ള ഒരു കറിയാണ്. ഒരു ഹെൽത്തിയാണിത്, വയറിനൊക്കെ നല്ലതാണിത്. നമുക്ക് ഈ ഇഞ്ചിയും കൂടി ഇടാം കേട്ടോ. ഇത് ഒരു കഷ്ണം ഇഞ്ചി മതി. ഇഞ്ചി ഇട്ട് ചുവന്നുള്ളി ഒരു കഷ്ണം ഇട്ട് കറിവേപ്പില ഇട്ടിട്ടുണ്ട്. 2 കറിവേപ്പില എടുത്തിട്ടുണ്ട്. അതിൻ്റെ ഒരു 2 ഇല നമുക്ക് എടുക്കണം. ഇതും കൂടി ഇത്തിരി വെള്ളം ഒഴിച്ച് അരച്ചെടുക്കാം നമുക്ക്. കുറച്ച് വെള്ളം ഒഴിച്ച് ഒരു തരി ജീരകം ഇട്ട് കൊടുക്കണം. കൂടുതൽ വേണ്ട, ഒരു നുള്ളു ജീരകം, ഇത്രയും മതി. ഇനി നമുക്ക് ഇതിൻ്റെ കൂടെ ഇച്ചിരി മഞ്ഞൾപ്പൊടിയും കൂടി ചേർക്കാം കേട്ടോ. അതിൽ മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട്. ഉടമ്പുളിയാണ് വേണ്ടത് കേട്ടോ. ഇതൊന്ന് അരച്ചെടുക്കാം കേട്ടോ. അരച്ചു വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് കലക്കി കൊടുക്കാം. ഒന്ന് കുലുക്കി കഴുകിയെടുക്കാം കേട്ടോ. ഇനി ഒന്ന് ചൂടാക്കി എടുക്കണം. നല്ല ടേസ്റ്റാണ് ചോറിൽ ഒഴിച്ച് കൂട്ടാനായിട്ട്. എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഇത് ഉണ്ടാക്കി നോക്കുക. പിന്നെ ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരെ എനിക്ക് സബ്സ്ക്രൈബ് ചെയ്യണേ, ഒന്ന് ഷെയറും കൂടി ചെയ്യണം കേട്ടോ. ഒന്ന് ഉപ്പ് നോക്കിക്കോട്ടെ. നല്ല രുചിയുണ്ട് കേട്ടോ. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. നല്ലതാണ് ചോറിൽ ഒഴിച്ച് കൂട്ടാൻ. കുറച്ച് ഉപ്പ് വേണം. ഉപ്പും പുളിയും പാകത്തിനുണ്ടെങ്കിൽ നല്ല ടേസ്റ്റാണ്. ഞാനിപ്പോൾ ക്വാണ്ടിറ്റി കുറവെടുത്തേക്കണം. ഞങ്ങൾ 2 പേരേ ഉള്ളൂ, അതുകൊണ്ട് ഇത്രയേ എടുത്തിട്ടുള്ളൂ. അധികം ആൾക്കാരുണ്ടെങ്കിൽ കൂടുതൽ എടുക്കാം കേട്ടോ. തിളക്കണ്ട, ചൂടായി മതി കേട്ടോ.
തിളച്ച് പോയാൽ ടേസ്റ്റ് കുറഞ്ഞു പോകും. ഇപ്പം ചൂടായിട്ടുണ്ട്, ഇത് ഓഫാക്കാം കേട്ടോ. നമുക്ക് ഈ വറ ഒന്ന് ഇട്ട് കൊടുക്കാം. കടുകും മുളകും കറിവേപ്പിലയും കൂടി വറുത്ത് വെച്ചിരിക്കുന്നതാണ്, ഇതും കൂടി ഇട്ട് കൊടുക്കാം. ഇപ്പം ഇഞ്ചി കറി, ഇഞ്ചി ഒഴിച്ചു കൂട്ടും, ഇഞ്ചി ചാറ്, തേങ്ങ അരച്ച ഒരു കറിയാണ്. ഇഞ്ചി വെച്ചിട്ട് ഒരു കറി ഉണ്ടാക്കിയതാണ്, ഉടമ്പുളി ഇട്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. അപ്പോൾ അടുത്ത വീഡിയോ വരേക്കും ബൈ.